ആകാശവാണി ദേശീയ നാടക പരിപാടി. നാടകം ചാരുചന്ദ്രബോസ്. മൂലരചന നീരജ് കുമാർ. നാടക രൂപാന്തരം വിനോദ് കുമാർ. മലയാള പരിഭാഷ KT അപർണ. പങ്കെടുക്കുന്നവർ വൈഷ്ണവ് ബാലകൃഷ്ണൻ, ശ്രീഹരി ശിവരാമൻ, K കൃഷ്ണകുമാർ, TV ബാബു, പ്രഭൻ പൊടിക്കുണ്ട്, ധനരാജ് മാമ്പ, ബേബി സ്മിത, പ്രേംകുമാർ കണ്ണൂം, സജി സെബാസ്റ്റ്യൻ, ബാബുരാജ് പെരിയ, ചന്ദ്രൻ മന്ന, രാമകൃഷ്ണൻ പഴശ്ശി, തോമസ് ദേവസ്യ, ദീപു കാരക്കുന്ന്, സെബാസ്റ്റ്യൻ പച്ചാണി, ബാലമുരളി ചിറക്കൽ, ജിതേഷ് PV. സഹകരണം SR മായ, KV നിഷ, AT നിത്യ. സാങ്കേതിക സഹായം KS ലതിക, സുരേന്ദ്രൻ കൂടാളി. നിർവഹണ സഹായം വിനീത സുമം. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം. ചാരുചന്ദ്രബോസ്. ചാരുചന്ദ്ര, നിന്നോടല്ലേ പിറകിൽ പോയി ഇരിക്കാൻ പറഞ്ഞത്? എന്തിനാത്? ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. താൻ എന്താ പറഞ്ഞേ? ഇവിടെ തന്നെ ഇരിക്കുമെന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിറകിൽ പോയിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ല, ഞാൻ പോകില്ല. വെറുതെ വാശി പിടിക്കല്ലേ. നിന്റെ ഈ അംഗവൈകല്യം ബാധിച്ച ശരീരത്തോടുള്ള സഹതാപം കൊണ്ട് പറയുക. പോയി പിറകിൽ പോയിരിക്കും. ചാരുചന്ദ്ര, നീ ഇത് കേട്ടോ, ഇനി നിന്നോടൊപ്പം കളിക്കാനും പഠിക്കാനും ഒന്നും ഞങ്ങളില്ല. ക്ലാസ്സിൽ പിറകിലിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ചങ്ങാതി, ക്ലാസ്സിൽ എവിടെ ഇരുന്നാലും നിങ്ങളുടെ ചിന്തകളെക്കാളും മുന്നിലുണ്ടാവുക ഞങ്ങളുടെ ചിന്തകളായിരിക്കും. അതാദ്യം മനസ്സിലാക്ക്. ഇവൻ പറയുന്നത് കേട്ടില്ലേ? ഈ പൊളിഞ്ഞ് പാളീസായ ശരീരം വെച്ച് ഇവൻ മുന്നേറുവത്രേ. നിങ്ങളൊരു അടിമയായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിങ്ങൾ ജനിച്ചത് അടിമത്തത്തിലാണ്. അടിമത്തത്തിൽ തന്നെയായിരിക്കും നിങ്ങളുടെ മരണവും. എല്ലാവരും കേട്ടവൻ പറഞ്ഞത്. ഇവൻ ആരാണെന്നറിയാമോ? അതുല്യനായ മഹാവിപ്ലവകാരി ചാരുചന്ദ്രബോസ്. ദേ ഇവനെ നോക്കിയേ, ഇവന്റെ ശരീരം നോക്കിയേ. വലതുഭാഗം ആകെ തളർന്നു പോയിരിക്കുന്നു. കയ്യിലാകട്ടെ വിരലുകൾ പലതുമില്ല. ശരീരശേഷിയെക്കുറിച്ച് പിന്നെ പറയുകയേ വേണ്ട. ഒരു കാറ്റ് വീശിയാൽ മതി, ഒരു പട്ടമായി ആകാശത്തേക്ക് പറന്നു പോവും ഇവൻ. ഈ ശരീരം വെച്ചാണ് ഇവൻ ജീവിതത്തിൽ മുന്നേറാൻ പോകുന്നത്, അടിമത്തത്തിനെതിരെ പോരാടാൻ പോകുന്നത്. അമ്മയെ കുരുതി കൊടുത്താണ് ഇവന്റെ വരവ്. ജീവിതത്തിൽ അച്ഛനൊരു തുണയാകാനും ഇവന് പറ്റിയില്ല. എടോ ചാരുചന്ദ്ര, നീ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിന്നെപ്പോലുള്ള ഒരു വികലാംഗൻ കുടുംബത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ ഒരു ഭാരമാണ്. വ്യർത്ഥമാണ് നിന്റെ ജീവിതം. വല്ല അമ്പലത്തിലും മുന്നിലും ഇരുന്ന് ഭിക്ഷയാചിക്കാമെന്നല്ലാതെ നിന്നെ കൊണ്ടൊന്നും ഒന്നും കഴിയില്ല. എന്തായത് രമേശ്, ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ? അതും നിന്റെ ക്ലാസ്സിൽ തന്നെയുള്ള വയ്യാത്ത ഒരാളുടെ ശരീരവൈകല്യത്തെ പരിഹസിക്കുന്നത് കേട്ട് ചിരിക്കാനും ആനന്ദിക്കാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം. ഇതാണോ നിങ്ങളുടെ മാന്യത? എല്ലാവരും അവനവന്റെ ഇരിപ്പിടത്തിലേക്ക് പോയേ. അവര് പറയട്ടെ സാർ. ചാരു, നീ സങ്കടപ്പെടരുത്. സങ്കടമോ? ഇന്ന് എന്റെ സഹപാഠികളുടെ ഈ പരിഹാസങ്ങളെ നേരിടാൻ എനിക്കാവുന്നില്ലെങ്കിൽ നാളെ ബ്രിട്ടീഷുകാരെ എനിക്കെങ്ങനെ നേരിടാനാകും? ചാരു, ഞാൻ പറയുന്നത് നീ കേൾക്കണം. ബ്രിട്ടീഷുകാരോട് പോരാടാനുള്ള നിന്റെ തീരുമാനം നീ ഉപേക്ഷിക്കണം. അത് നീ കരുതുന്നത് പോലെ അത്ര എളുപ്പമല്ല. പിന്നെ മറ്റൊരു കാര്യം, അച്ഛന്റെ മരണത്തോടെ നീ തീർത്തും അനാഥനായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നീ എങ്ങനെ നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും? അതിന് നിനക്ക് എന്തെങ്കിലും ജോലി കണ്ടെത്തേണ്ടതുണ്ട്. മാസ്റ്റർജി വിഷമിക്കേണ്ട, ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്താം. പിന്നെ അങ്ങയുടെ ശിഷ്യനായി എനിക്ക് അസാധ്യമായതൊന്നുമില്ല മാസ്റ്റർജി. ഈ ഒരു ആത്മവിശ്വാസം എനിക്ക് പകർന്നു തന്നത് മാസ്റ്റർജി ഒരേ ഒരാളാണ്.
നിന്റെ കഴിവിൽ എനിക്ക് അഭിമാനമുണ്ട്. നീ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തൂ ചാരു. തീർച്ചയായും മാസ്റ്റർജി. ചാരുചന്ദ്ര, എന്തായി മാസികയുടെ കാര്യം? പുതിയ ലക്കം ഇന്ന് ഇറങ്ങുമോ? ഇല്ല ഘോഷ് ഭായ്, ഇന്നിറങ്ങില്ല. എന്താ പ്രശ്നം? അച്ചടിമഷി ഏതാണ്ട് തീർന്നു. ഓ, നിന്നെ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല ഈ പ്രസ്സിനും മാസികയ്ക്കും. നിന്നെ കണ്ട് പാവം തോന്നിയിട്ട് ജോലിക്ക് വെച്ച എണ്ണ പറഞ്ഞാൽ മതിയല്ലോ. കൃത്യസമയത്ത് മാസിക വായനക്കാരുടെ മുന്നിൽ എത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം? ഓ, ദേ അങ്ങോട്ട് നോക്കിയേ, അതാ പേപ്പർ കഴിഞ്ഞു. മെഷീനിൽ പേപ്പർ ഇട്ട് കൊടുക്ക്. തനിക്ക് കണ്ണും കാണാതായി തുടങ്ങിയോ? നിർത്തിയേ, മെഷീൻ നിർത്തിയേ, ഞാൻ നോക്കിക്കൊള്ളാം ബാക്കി കാര്യങ്ങൾ. ആ, നീ ഒരു കാര്യം ചെയ്യ്. മാസികയുടെ വരിസംഖ്യ കുറേ പിരിക്കാനുണ്ട്. ഈ വർഷം എത്ര പേരാണ് കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്? നീ പോയി ഹൗറ മുതൽ ആലിപ്പൂര് വരെയുള്ള എല്ലാ കുടിശ്ശികളും പിരിച്ചുകൊണ്ടുവാ. ശരി. ആ, ഒന്ന് നിന്നേ. ഒരു കാര്യം ഓർത്താ നന്ന്. ആദ്യം വിശപ്പ്, അത് കഴിഞ്ഞേയുള്ളൂ നിന്റെ വിപ്ലവം. മനസ്സിലായോ? ജോലിയും കൂലിയും കളഞ്ഞ് നീ എന്തിനാ വെറുതെ അനുശീലൻ സമിതിയുടെയും യുഗാന്തർ സംഘടനയുടെയും സമ്മേളനങ്ങൾക്ക് പോകുന്നത്? ഞാൻ പറയുന്നത് വല്ലതെന്ന് എന്റെ തലയിൽ കയറുന്നുണ്ടോ? ഉവ്വ്. എനിക്കറിയാം, ഇവൻ എന്റെ കണ്ണു വെട്ടിച്ച് അനുശീലൻ സമിതിക്കാരുടെ സമ്മേളനത്തിന് പോകുക തന്നെ ചെയ്യും. ഇവർ ഈ സമിതിക്കാർ എന്ത് മാജിക്കാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. യുവാക്കൾ മുഴുവൻ ഇംഗ്ലീഷുകാർക്കെതിരെ വെടിയുതിർക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. വെള്ളക്കാരുടെ കഴുമരത്തിലേക്ക് ഓടിയെടുക്കാൻ ആവേശം കാണിക്കുകയാണ് ഈ പ്രാന്തന്മാര്. സമയം കളയാതെ ഇനി മുന്നോട്ടുള്ള നമ്മുടെ പ്ലാൻ എന്താണെന്ന് പറയൂ ഹേംദ. പറയാം. അതിനു മുമ്പ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ എന്ന് എനിക്കൊന്ന് അറിയണം. എല്ലാം പൂർത്തിയായി ഹേംദ. ബോംബ് നിർമ്മാണ സാമഗ്രികളൊക്കെ സമാഹരിച്ചു കഴിഞ്ഞു. അത് ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. നന്നായി. ബ്രിട്ടീഷുകാരുടെ ഉള്ളിൽ ഇന്ത്യൻ വിപ്ലവകാരികളെ കുറിച്ച് നാം ഭയം സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ വിപ്ലവകാരികൾ എന്ന് കേട്ടാൽ അവർ പേടിച്ച് ഞെട്ടിത്തെരിക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും ബ്രിട്ടീഷുകാർ സ്ഫോടന ശബ്ദം കേട്ടുണരേണ്ടതുണ്ട്. എന്നാൽ നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം. ചെറിയൊരു പിഴവ് പോലും നമ്മുടെ പദ്ധതികളെ തകിടം മറിക്കും. അത് നമ്മുടെ നാടിന്റെ വിമോചന സ്വപ്നങ്ങളെ താറുമാറാക്കും. പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ട് ഹേംചന്ദ് ഭായ്. വെള്ളക്കാരുടെ ശ്രദ്ധ ഇപ്പോൾ നമ്മൾ വിപ്ലവകാരികളിലാണ്. അതുകൊണ്ട് നാം ഏറെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ചെറിയ സംശയം തോന്നിയാൽ തന്നെ ആ നിമിഷം നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടും. പിന്നെ വർഷങ്ങൾ നീളുന്ന ശിക്ഷ. ബ്രിട്ടീഷുകാർ മാത്രമല്ല അപകടകാരികൾ. അവർക്ക് പാദസേവ ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരായ പ്രമാണിമാരും അപകടകാരികളാണ്. ആ പബ്ലിക് പ്രോസിക്യൂട്ടർ അശുതോഷ് ബിശ്വാസിനെ പോലുള്ള ദേശവിരുദ്ധ വക്കീലിനെ പോലുള്ളവർ അല്ലേ ഹേംദ? അതെ അതെ. ബ്രിട്ടീഷുകാരുടെ കയ്യടി വാങ്ങാൻ കള്ളസാക്ഷികളെ കൂട്ടുപിടിച്ച് നമ്മുടെ വിപ്ലവ സഖാക്കളെ ശിക്ഷിക്കാൻ കൂട്ടുനിൽക്കുന്ന വർഗവഞ്ചകനാണ് അയാൾ. അതെ, അശുതോഷ് വിശ്വാസ് എന്ന വഞ്ചകൻ നമ്മുടെ എത്ര സഹയാത്രികരെയാണ് തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയത്. അയാളൊരു വിഷസർപ്പമാണ്. വിഷസർപ്പം. അതെ, ആ വിഷസർപ്പത്തിന്റെ അന്തകൻ ഈ ചാരുചന്ദ്ര ആയിരിക്കും. ആ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഓ ചാരുചന്ദ്രനോ, വരൂ വരൂ, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ചാരു, നിങ്ങളെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ബോംബ് നിർമ്മാണത്തിൽ ഇത്ര പെട്ടെന്ന് വൈദഗ്ധ്യം നേടാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു ചാരു? ചാരുവിനെ പോലൊരു വിപ്ലവകാരി കൂടെയുണ്ടെങ്കിൽ ബോംബ് മാത്രമല്ല പീരങ്കി പോലും നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മാതൃരാജ്യത്തെ അടിമത്തത്തിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ സ്വജീവിതം മാറ്റിവെച്ചവനാണ് നമ്മുടെ പ്രിയപ്പെട്ട ഈ ചാരുചന്ദ്. ചാരു, നീ എന്നും ആവേശപൂർവ്വം പറയാറുള്ള ആ പ്രചോദനവാക്യം എനിക്കൊന്ന് കേട്ടാ കൊള്ളാം. സിരകൾക്ക് ചൂട് പിടിക്കും അത് കേട്ടാൽ. പിന്നെന്താ വിപ്ലവം? അതെന്താണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? ത്യാഗം, മഹാത്യാഗം, ഉന്മാദത്തോടു കൂടിയ സാഹസികത, മാറ്റത്തിനായുള്ള കാഹളം. അടുത്ത വരികൾ ഞാൻ പറയാം. ഈ പ്രതിധ്വനികൾ, നിലവിളികൾ നിശ്ചലമായ നമ്മുടെ ചരിത്രത്തെ മാറ്റിയെഴുതും. മരവിച്ച സിംഹാസനങ്ങളും തിളങ്ങുന്ന കിരീടങ്ങളും
ഇതാ വിറകൊള്ളാൻ തുടങ്ങിയിരിക്കുന്നു. അനീതിയുടെ കരുത്തുറ്റ പാദങ്ങൾ ഇതാ ഇടറാൻ തുടങ്ങിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അദമ്യമായ ദാഹം ഓരോ ഹൃദയത്തിലും ധീരതയുടെയും കരുത്തിന്റെയും അഗ്നി പടർത്തുന്നു. വിപ്ലവകാരികൾ അവരുടെ പാതയിൽ നിന്നും മാറി സഞ്ചരിക്കില്ല. പ്രതിസന്ധികളെ അതിജീവിച്ചും അവർ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. ഭാരത് മാതാ കി ജയ്. নিজের দিন নিঃসহায় যেন প্রভু না জানো, দুর্বলের রক্ষা করো দুর্জনের হানো। নিজের দিন নিঃসহায় যেন প্রভু না জানো, মুক্ত করো ভাই নিজের পরে করিতে ভার, নারী কো সংশয় মুক্ত করো ভাই নিজের পরে করিতে ভার, নারী কো সংশয় ഹേ സ്വാതന്ത്ര്യമേ, നീ രക്തദാഹിയാണെങ്കിൽ ഇതാ എന്റെ രക്തം, മതിയൊരുവോളം കുടിച്ചോളൂ. രക്തം വാർന്നു മരിച്ചാലും നാം സ്വാതന്ത്ര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും. ഹേംദ, ഹേംദ, ഒരു മോശം വാർത്തയുണ്ട് അറിയിക്കാൻ. എന്താണത്? ബ്രിട്ടീഷ് ഭരണകൂടം ബംഗാളിനെ 2 ഭാഗങ്ങളാക്കി വിഭജിക്കാൻ പോകുന്നു. എന്ത്? ഇതാ നോക്കൂ ഹേംദ, ഗവർണർ ജനറൽ ലോർഡ് കെഴ്സന്റെ പ്രസ്താവന ഈ പത്രത്തിലുണ്ട്. ബംഗാൾ ഒരു വലിയ പ്രവിശ്യ ആയതുകൊണ്ട് ഭരണകാര്യങ്ങൾ സുഗമമാക്കാൻ 2ആയി വിഭജിക്കണമത്രേ, പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും. ഇത് സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത്? ദേശീയ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഇവിടുത്തെ വിപ്ലവ ശ്രമങ്ങൾ വെള്ളക്കാരെ വല്ലാതെ ആശങ്കപ്പെടുത്തി തുടങ്ങി എന്നാണ് ഇതിനർത്ഥം. ബംഗാൾ വിഭജനത്തോടെ ഇവിടുത്തെ വിപ്ലവ മുന്നേറ്റത്തെ ചെറുക്കാം എന്നാണ് അവർ കരുതുന്നത്. ഓഹോ, അങ്ങനെയാണോ കാര്യങ്ങൾ? മറ്റൊന്നുകൂടിയുണ്ട്. ഹിന്ദു മുസ്ലിം ആധിപത്യ പ്രദേശങ്ങളെ 2ആയി വിഭജിച്ച് പരസ്പരം ഏറ്റുമുട്ടിക്കുക എന്ന ഗൂഢമായ ഉദ്ദേശം കൂടി വെള്ളക്കാർക്കുണ്ട്. ഇത് നമ്മൾ അനുവദിച്ചുകൂടാ ഹേംദ. ബംഗാളിന് നേരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണിത്. ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഇതിനെ നമ്മൾ ചെറുത്തു തോൽപ്പിക്കും. അതെ അതെ, ചാരു പറയുന്നതാണ് ശരി. നമ്മളിത് അനുവദിച്ചുകൂടാ. പക്ഷേ നാം എന്തു ചെയ്യും ഹേംദ? പോരാളികളെ, പ്രവർത്തിക്കാനുള്ള സമയം നമുക്ക് മുന്നിൽ സമാഗതമായിരിക്കുകയാണ്. നമ്മുടെ പോരാട്ടങ്ങളുടെയും പോർവിളികളുടെയും ശബ്ദം വാനോളം ഉയരേണ്ട കാലം ഇതാ വന്നെത്തിയിരിക്കുകയാണ്. ഹേംദ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നമ്മുടെ കരുത്തെന്തെന്ന് ബ്രിട്ടീഷുകാർ നേരിട്ടറിയണം. അവരുടെ താവളങ്ങൾ നാം അഗ്നിക്കിരയാക്കണം. നമുക്കത് മിഡ്നാപൂരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹേംദ പറയുന്നത് പോലെ. ഒരു സന്തോഷ വാർത്ത പറയാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. വിപ്ലവകാരികളായ നിങ്ങളെ കാണാൻ, അഭിസംബോധന ചെയ്യാൻ ഭാരീന്ദ്ര ഘോഷും അരവിന്ദ ഘോഷും അടുത്ത ആഴ്ച കൽക്കത്തയിലേക്ക് വരുന്നു. നിന്ദ്യരായ ബ്രിട്ടീഷ് ഭരണകൂടമേ, നിങ്ങൾ ബംഗാളിനോട് ചെയ്തത് കൊടും ക്രൂരത. ആ അനീതിയെ ഈ വിപ്ലവപ്പട നേരിടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ. ബോലോ ഭാരത് മാതാ കി ജയ്! ഭാരത് മാതാ കി ജയ്! അതിരറ്റ സ്വാതന്ത്ര്യബോധത്താൽ പ്രക്ഷുബ്ധമായ ഈ കാലഘട്ടത്തിൽ വിപ്ലവ മുന്നേറ്റങ്ങളുടെ പതാകവാഹകനും വിപ്ലവകാരികളുടെ മാർഗദീപവുമായ ഭാരീന്ദ്ര ഘോഷിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന യുവജനങ്ങളെ ആവേശോജ്വലമായ ഒരു പ്രസംഗത്തിലൂടെ അന്തിമ സമരത്തിന്റെ സഹനപാതയിലേക്ക് നയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഭാരത് മാതാ കി ജയ്. ഭാരതമാതാവിന്റെ വീരപുത്രന്മാരെ, സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനുള്ള ബ്രിട്ടീഷുകാരുടെ പദ്ധതികളെ പൂർണ്ണമായും പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് നാം ഇന്ന് ഇവിടെ കൊൽക്കത്തയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. രാഷ്ട്രീയമായ സംവാദങ്ങളും പ്രചാരണങ്ങളും കൊണ്ട് മാത്രം നമുക്കവരെ എതിരിടാനാവില്ല. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടാനായുള്ള പോരാട്ടം ഒരു മഹത് കാര്യമാണെന്ന അഭിമാനബോധം യുവാക്കളിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പ്രധാന കാര്യം. അതിനുവേണ്ടി യുവാക്കൾക്കിടയിൽ ചുറുചുറുക്കുള്ള ചില പ്രവർത്തകരെ നിയോഗിച്ച് നിർത്തേണ്ടതുണ്ട്.
നമ്മുടെ മഹത്തായ ലക്ഷ്യം നേടിയെടുക്കുന്നതുവരെ നമ്മുടെ പോരാട്ടം തുടരും. ഭാരീന്ദ്ര ഘോഷ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മഹാനായ അരവിന്ദ ഘോഷിന് എന്നോട് എന്തും പറയാമല്ലോ. ഞാൻ നിങ്ങളുടെ പ്രസംഗം ശ്രദ്ധിക്കുകയായിരുന്നു. അസാമാന്യമായ പ്രസംഗ പാടവത്തിലൂടെ നിങ്ങൾ യുവാക്കളെ ഒന്നടങ്കം കയ്യിലെടുക്കുകയായിരുന്നു. രാജ്യത്തിലെ യുവശക്തിയെ നിങ്ങൾ ആവേശഭരിതരാക്കി വിപ്ലവ പാതയിലേക്ക് നയിക്കുക തന്നെയാണ്. പ്രിയ അരവിന്ദോ, ഇതല്ലാതെ മറ്റു വഴികളില്ല നമുക്ക് മുന്നിൽ. രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ യുവശക്തിയെ പ്രോജ്വലിപ്പിച്ച് നിർത്തണം. അവരതിന് പ്രതിജ്ഞയെടുത്ത് നിൽക്കുകയാണ്. അവരിൽ രാജ്യസ്നേഹത്തിന്റെ ആവേശം ഇരമ്പുന്നുണ്ട്. പക്ഷേ ആ രാജ്യദ്രോഹി അശുതോഷ് വിശ്വാസിനെ പോലുള്ള ബ്രിട്ടീഷ് ദാസന്മാർ നമ്മുടെ കുട്ടികളെ കള്ളക്കേസുകളിൽ കുടുക്കി ശിക്ഷിക്കുകയാണ്. ആ ദേശവിരുദ്ധനെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. മറുപടിയായി നമുക്കും കൊടുക്കണം അയാൾക്കൊരു കഠിന ശിക്ഷ. അതെ, അവന് കഠിന ശിക്ഷ കൊടുക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. പക്ഷേ ആര് നടപ്പാക്കും ആ കഠിന ശിക്ഷ? ഞാൻ ശിക്ഷിക്കും അയാളെ. നീയോ? അതെ, ഞാൻ തന്നെ. പക്ഷേ ഇങ്ങനെ പറയുന്നത് കൊണ്ട് വിഷമം തോന്നരുത്. നിന്നെ പോലൊരാൾക്ക് നിന്നെ കണ്ടിട്ട് ചെറിയൊരു ആയുധം എടുക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാണ് ഈ പയ്യൻ? ഇതാണ് ചാരുചന്ദ്ര ബോസ്, നമ്മുടെ കൂട്ടത്തിലെ ബോംബ് നിർമ്മാണ വിദഗ്ധൻ. 10 രസഗുള ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഇവൻ 20 ബോംബുകൾ ഉണ്ടാക്കും. അത്ര കേമനാണിവൻ. ഓഹോ, കണ്ടിട്ട് തോന്നുന്നില്ല. ഒന്നാമത് പ്രായം തീരെ കുറവ്, രണ്ടാമത് ഈ ദുർബല ശരീരം. നിങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യാനാവില്ല. ഇതല്ലേ അങ്ങ് പറയാൻ ഉദ്ദേശിച്ചത്? രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളവർക്ക് ശക്തമായ 2 കാലുകൾ, അതിശക്തമായ 2 കൈകൾ, ഇവയൊക്കെ നിർബന്ധമായി വേണമെന്നാണോ? അങ്ങനെ ആവില്ല ചാരു. ഭാര്യന്ത ഉദ്ദേശിച്ചത് അങ്ങനെ ആവില്ല. നമ്മൾ സ്വപ്നം കാണുന്ന സ്വതന്ത്ര രാഷ്ട്രത്തിൽ അംഗവിഹീനർക്ക് സ്ഥാനമുണ്ടാവില്ല എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? ശരീരഭാഗങ്ങൾക്ക് വൈകല്യമുള്ളവർക്കും ദുർബലർക്കും കൂടി അവകാശപ്പെട്ടതല്ലേ നമ്മുടെ രാജ്യം? രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കാനുള്ള അവകാശം പൂർണ്ണ ആരോഗ്യമുള്ളവർക്ക് മാത്രമുള്ളതാണോ? നിങ്ങൾ എന്റെ കൈകാലുകളുടെ വൈകല്യം മാത്രമേ കാണുന്നുള്ളൂ. എന്റെ ഹൃദയത്തിൽ തിളച്ചു മറിയുന്ന സ്വാതന്ത്ര്യദാഹവും ത്യാഗമനോഭാവവും കാണുന്നതേയില്ല. രാജ്യത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കാൻ ശരീരമല്ല വേണ്ടത്, ആത്മാവാണ്, മനോധൈര്യമാണ്. ഇവനെ കാണുമ്പോൾ, ഇവന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നാം സ്വപ്നം കാണുന്ന വിപ്ലവം ഇതാ അടുത്തെത്തിക്കഴിഞ്ഞു എന്ന് തോന്നുന്നു. യുവത്വം രാജ്യസ്നേഹത്താൽ പ്രചോദിതരായി കഴിഞ്ഞു. ശരിയാണ് അരവിന്ദോ, ഈ പയ്യൻ രാജ്യത്തിനു വേണ്ടി മഹത്തായ ചിലതൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഭാരത് മാതാ കി ജയ്. ഇത് ശരിയാവില്ല ചാരു. ഇത്രയും സമയം എവിടെയായിരുന്നു നിങ്ങള്? കൃത്യസമയത്ത് ജോലിക്ക് വരണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ക്ഷമയ്ക്കുണ്ടോ അതിര്? നിങ്ങൾ ഈ പണി മതിയാക്കി മറ്റെവിടെയെങ്കിലും പോയി ജോലി അന്വേഷിച്ചോ? നിങ്ങൾ ഏൽപ്പിച്ച ജോലികളെല്ലാം കൃത്യസമയത്ത് തന്നെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ഏത് ജോലിയാണ് ഞാൻ പൂർത്തിയാക്കാത്തത് എന്ന് കൂടി പറയൂ ഘോഷ് ബാബു. നിങ്ങളെ പോലുള്ളവർക്ക് ജോലി തന്നതാണ് പ്രശ്നമായത്. ശരിയാണ്, ഞങ്ങളെ പോലുള്ളവർക്ക് ജോലി അധികം ആരും തരാറില്ല. ഈ വൈകല്യങ്ങളൊക്കെ മറികടന്ന് എല്ലാ ജോലികളും നന്നായി ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ജോലി ചെയ്യാത്തത് കൊണ്ടല്ല അങ്ങനെ ഇവിടുന്ന് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നത്. ചാരു എന്താ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. പോലീസും പട്ടാളവും എന്നെ തേടി ഇവിടെ വന്നാൽ അങ്ങ് കഷ്ടത്തിലാകും, അതല്ലേ കാര്യം? ശരിയാണ്, എന്റെ കൈകൾക്ക് വെടിമരുന്ന് മണമാണ്. ഈ നഗരത്തിൽ എവിടെയെങ്കിലും ബോംബ് സ്ഫോടനം ഉണ്ടായാൽ അവർ എന്നെ തേടി ഇവിടെ വന്നുകൂടായില്ല. അതുകൊണ്ടല്ലേ അങ്ങനെ ജോലിയിൽ നിന്നും പറഞ്ഞുവിടാമെന്ന് കരുതുന്നത്? അങ്ങനെയാണെന്ന് തന്നെ വെച്ചോ. ഘോഷ് ബാബു കരുതിയതുപോലെ ബോംബ് സ്ഫോടനങ്ങൾക്ക് പിറകിൽ ഈയുള്ളവന്റെ ബുദ്ധിയുണ്ട്, കൈകളുമുണ്ട്. ചിലപ്പോൾ സംഘം ചേർന്ന്, ചിലപ്പോൾ ഒറ്റയ്ക്ക്. നിങ്ങളുടെ ഉത്കണ്ഠ നിങ്ങളുടെ ബിസിനസിനെ കുറിച്ചാണ്, പക്ഷേ എന്റെ ഉത്കണ്ഠ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ചാരു തന്നെ അത് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങളെ ഇനി ഇവിടെ തുടരാൻ എനിക്ക് അനുവദിക്കാനാവില്ല. ഇത്രയും കാലം ജോലി തന്ന് സംരക്ഷിച്ചതിന് നന്ദിയുണ്ട്. ഞാൻ അങ്ങയെ ഇനിയും ബുദ്ധിമുട്ടിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ശമ്പള കണക്കുകൾ തീർത്തു തന്നാൽ ഇപ്പോൾ തന്നെ ഞാൻ ഇവിടം വിട്ടു പോകാം.
ചാരു അവിടെ ഇരിക്കൂ. കണക്കുകൾ ഞാൻ ഇപ്പോൾ തന്നെ തീർത്തു തന്നേക്കാം. ശരി, ഞാൻ ഇവിടെ ഇരിക്കാം. ഘോഷ് ബാബു, ദാദാ ഘോഷ് ബാബു. എന്താ, എന്തിനാ ഒച്ചയിടുന്നത്? ദാദാ, താങ്കൾ അറിഞ്ഞില്ലേ? എന്തറിഞ്ഞില്ലെന്ന്? മുസാഫർപൂരിൽ ജഡ്ജി കിങ്സ്ഫോർഡിന് നേരെ ആരൊക്കെയോ ചേർന്ന് ബോംബെറിഞ്ഞുവെന്ന്. പ്രഫുല്ല ചാക്കിയും ഗുജറാം ബോസുമാണ് അത് ചെയ്തതെന്ന് ചിലർ പറയുന്നു. എന്നിട്ട് കിങ്സ്ഫോർഡിന് എന്തെങ്കിലും? ഇല്ല, ഒന്നും പറ്റിയില്ല. അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ എന്താണ് പിന്നീട്? പക്ഷേ പെട്ടെന്ന് പറഞ്ഞു തീർക്കൂ. ജഡ്ജി അങ്ങൊന്ന് രക്ഷപ്പെട്ടു. എന്നാൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ അനുഭാവി കെന്നഡിയുടെ ഭാര്യയും മകളും കൊല്ലപ്പെട്ടു. ചാരു, നീ ഇത് കേട്ടില്ലേ? അല്ല, ഇവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കണക്ക് തീർത്തിട്ടേ പോകൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇത് അങ്ങോട്ട് പോയി. ഹേംദ, ഇത് ഞാനാണ്, ചാരു ചന്ദ്രബോസ്. ആ ചാരു, വരൂ, ഇരിക്കൂ. എന്തെങ്കിലും വിശേഷം? പ്രഫുല്ല ചാക്കി, ഗുജറാം ബോസ്, ഇവരെ കുറിച്ച് എന്തെങ്കിലും വാർത്തകളുണ്ടോ ഹേംദ? ചാരു, കുതിരാം ബോസിനെ വെള്ളക്കാർ പിടികൂടി. എന്നാൽ പ്രഫുല്ലയെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഇനി എന്താണ് നമുക്ക് ചെയ്യാനാവുക? നമ്മുടെ പദ്ധതികളാകെ തകിടമറിഞ്ഞു എന്ന് വേണം കരുതാൻ. എന്റെ പ്രഫുല്ല, കുതിരാം, അവരെനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നു. എനിക്കറിയാം ഹേംദ. ഖുദിറാം അങ്ങയുടെ ശിഷ്യനായിരുന്നല്ലോ. അയാളുടെ ചിന്തകൾക്ക് മൂർച്ച കൂട്ടിയത് അങ്ങായിരുന്നു എന്ന് എനിക്കറിയാം. നാം വളരെയേറെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ചാരു, എനിക്കൊരു സംശയം. നമ്മൾ ഈ വിപ്ലവത്തിന് ഒരുങ്ങുന്നത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണോ? ആര് പറഞ്ഞു? ഭാരതമാതാവിന്റെ കരചരണങ്ങളിൽ നിന്ന് അടിമച്ചങ്ങൽ അഴിഞ്ഞു വീഴുന്നത് കാണാൻ കാത്തിരിക്കുന്നത് സ്വാർത്ഥതയാണോ? എന്താ ഹേംദ, പതിവില്ലാത്ത മട്ടിൽ ഇങ്ങനൊരു നിരാശ കലർന്ന ചോദ്യം? നിരാശയുണ്ട് ചാരുചന്ദ്ര. കുതിറാം മിഡ്നാപൂരിലേക്ക് വരുന്നുണ്ടെന്ന് അറിയാവുന്ന നമ്മളിൽപ്പെട്ട ഒരാളാണ് അവനെ ഒറ്റുകൊടുത്തത്. ആ വഞ്ചകൻ എങ്ങനെ നമ്മളിൽപ്പെട്ട ഒരാളാകും? അയാൾ എങ്ങനെ ഇന്ത്യക്കാരനാകും? ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് വെള്ളവും വളവും വലിച്ചെടുത്ത് വളരുന്ന ഇവർക്ക് ഈ മണ്ണിനെ എങ്ങനെ വഞ്ചിക്കാനാകും? ചാരു, നീ ആ കവിത ഒന്ന് പാടിയേ. വിപ്ലവം, വിപ്ലവം, അതെന്താണ് നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത്? ത്യാഗം, മഹാത്യാഗം. ഹേംദ, എനിക്കെപ്പോഴാണ് രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യാനുള്ള അവസരം ലഭിക്കുക? ചാരുചന്ദ്ര, നിനക്കുള്ള അവസരം ഇനി വൈകാതെ വന്നു ചേരും എന്നെന്റെ മനസ്സ് പറയുന്നു. കമ്മിങ് സർ. യെസ്, കമിൻ. സർ, ഒരു സന്തോഷ വാർത്തയുണ്ട് പറയാൻ. യെസ്, പറയൂ. വിപ്ലവകാരികളുടെ അനുശീലന സമിതിയിൽ നിന്ന് ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. ഗുഡ്. പക്ഷേ എത്ര കണ്ട് വിശ്വസിക്കാനാവും ആ വാർത്ത? ബൈ ദ ബൈ, ആരാണ് ആ രഹസ്യ വിവരം നമുക്ക് ചോർത്തി തന്നത്? വൺ മിസ്റ്റർ നരേന്ദ്ര ഗോസ്വാമി. ഐ സീ. ഹു ഈസ് ദാറ്റ് ഫെലോ? അയാൾ മുമ്പ് വിപ്ലവ പ്രസ്ഥാനത്തിൽ സജീവമായിരുന്നു സർ. ഇപ്പോൾ അതേ സംഘടനയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. സാർ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ഇതേ നരേന്ദ്ര ഗോസ്വാമി തന്നെയാണ് ഖുദിറാം ബോസിനെ പിടികൂടാൻ നമ്മളെ രഹസ്യമായി സഹായിച്ചത്. ഇവനെപ്പോലുള്ള ഒറ്റുകാരുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ത്യയുടെ ഓരോ മുക്കിലും മൂലയിലും നമുക്കിങ്ങനെ അടക്കി ഭരിക്കാനാകുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഓഫീസർ? സത്യമാണ് സർ. ഒറ്റുകാരായി ഈ പട്ടികൾക്ക് ഇടയ്ക്കിടെ എല്ലിൻ കഷണങ്ങൾ ഇട്ടുകൊടുക്കാൻ മറക്കണ്ട. എന്നാലേ ഇവർ വാലാട്ടിക്കൊണ്ട് അവരുടെ വിധേയത്വം കാണിക്കൂ. ഓക്കെ സർ. ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടിയുണ്ട് സർ പറയാൻ.
എന്താണത്? അരവിന്ദ ഘോഷിന്റെയും ഭാരീന്ദ്ര ഘോഷിന്റെയും നേതൃത്വത്തിൽ കൊൽക്കത്തയിലും പരിസര പ്രദേശങ്ങളിലും രഹസ്യ സങ്കേതങ്ങളിൽ ആയുധശേഖരണം നടക്കുന്നതായ വിവരം കിട്ടിയിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ ബോംബ് നിർമ്മാണവും വ്യാപകമായി നടക്കുന്നുണ്ടത്രേ. അറിഞ്ഞത് നന്നായി. കൊൽക്കത്തയിലും ഈ പറഞ്ഞ പ്രദേശങ്ങളിലും സെർച്ച് ഓപ്പറേഷനുകൾക്ക് പട്ടാളക്കാരെ നിയോഗിക്കുവാനുള്ള ഉത്തരവ് ഇന്ന് തന്നെ ഒപ്പുവെക്കാം. അവിടങ്ങളിലൊക്കെ കയറി നിരങ്ങട്ടെ പേരുകേട്ട് നമ്മുടെ ബ്രിട്ടീഷ് പട്ടാളം. ഒറ്റ ഒരുത്തനെ ബാക്കി വെച്ചേക്കരുത്. ഇവനൊക്കെ എത്രത്തോളം ആവേശമുണ്ടെന്ന് നോക്കട്ടെ. മേ ഐ കം ഇൻ, ഗവർണർ ആൻഡ്രൂ ഫിഷർ സർ? യെസ് പ്ലീസ്. ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു മിസ്റ്റർ അശ്രുതോഷ് ബിശ്വാസ്. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ചെയ്യുന്ന സേവനങ്ങൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാ ഈ ലിസ്റ്റ് നോക്കൂ. ഇതിൽ നമുക്ക് കിട്ടേണ്ട 33 പേരുടെ പേര് വിവരങ്ങളുണ്ട്. പ്ലീസ് ഗോ ത്രൂ ദിസ് പേപ്പേഴ്സ്. സർ, ഈ ലിസ്റ്റിൽ നിന്ന് ആരെ കിട്ടിയില്ലെങ്കിലും അരബിന്ദോ, ഭാരീന്ദ്ര ഘോഷ് എന്നീ പുള്ളികളെ നമ്മുടെ ജയിലിലേക്ക് എത്തിക്കണം. അവരുടെ ആശയ പ്രചരണവും സംഘടനാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് മതിയാകൂ. അവരെ പിടികൂടുക എന്നത് അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ്. സാർ വിഷമിക്കണ്ട. ഇവരുടെ പേരിൽ ഈ അശുതോഷ് ബിശ്വാസ് കുറ്റം ചാർത്തി കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ പോകുന്നതിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ ദൈവത്തിന് പോലും കഴിയില്ല. ഗുഡ്. ഞാൻ റെയ്ഡിന് ഉത്തരവിട്ട് കഴിഞ്ഞു. അതിലെല്ലാ വിപ്ലവകാരികളും കുടുങ്ങുമെന്നുറപ്പ്. ഐ ആം വെയിറ്റിംഗ് ടു സീ ഓൾ ഓഫ് ദം ബിഹൈൻഡ് ബാർസ്. ഡൺ സർ. യുവസഖാക്കളെ, പോരാളികളെ, ഇതുവരെയുള്ള നമ്മുടെ പോരാട്ടത്തിൽ നാം നേടിയതെന്ത്, നമുക്ക് നഷ്ടപ്പെട്ടതെന്ത് എന്ന ഒരു തിരിഞ്ഞു നോട്ടത്തിന് സമയമായി. അതെന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. മിഡ്നാപൂരിൽ ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തിന് കനത്ത നാശം വരുത്തിവെക്കാൻ നമുക്കായിട്ടുണ്ട്. നമ്മുടെ ധീരയോദ്ധാക്കളായ പ്രഫുല്ല ചാക്കിയും ഖുദിറാം ബോസും നേതൃത്വം നൽകിയ വിപ്ലവ ശ്രമം ഒറ്റിക്കൊടുത്തത് കാരണം പരാജയപ്പെട്ടു. അന്ന് ഇംഗ്ലീഷുകാരനായ ജഡ്ജ് കിങ്സ്ഫോർഡ് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. ജഡ്ജിക്ക് പകരം നിഷ്കളങ്കരായ 2 സ്ത്രീകളാണ് അബദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. അതോടെ മിഡ്നാപൂരിൽ വെള്ളക്കാർ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു, നിയമങ്ങൾ കർശനമായി നടപ്പാക്കി. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ യുഗാന്തർ ക്രാന്തികാരി ദളിന്റെ വീരനായ പോരാളി പ്രഫുല്ല ചാക്കി മെയ് 1-ാം തീയതി ബീഹാറിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. ബ്രിട്ടീഷുകാരുടെ കയ്യിലകപ്പെട്ട് പീഡനത്തിന് വിധേയമാകുന്നതിലും നല്ലത് സ്വന്തം റിവോൾവറിലെ ഒരു വെടിയുണ്ട അഭിമാനപൂർവ്വം വിനിയോഗിക്കാമെന്ന് പ്രഫുല്ല കരുതി കാണും. മനുഷ്യസ്നേഹി എന്ന നിലയിലും സുഹൃത്തെന്ന നിലയിലും പ്രഫുല്ല ചാക്കിക്ക് പകരക്കാരനില്ല. വല്ലാത്തൊരു നഷ്ടം തന്നെയാണത്. ആ ദുഃഖം ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ മുഖങ്ങളിലും തളങ്കിട്ട് നിൽക്കുന്നതായി എനിക്ക് തോന്നുന്നു. ഈ ദുഃഖഭാവത്തിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ട് ഹേംദ. എന്താണത്? തെളിച്ച് പറയുക. വിപ്ലവം കൊണ്ട് ഇന്ത്യക്ക് ഒരിക്കലും സ്വാതന്ത്ര്യം ലഭിക്കില്ല എന്ന് മഹാത്മജി ഈയിടെ പ്രസ്താവിച്ചല്ലോ. നമ്മൾ നടത്തുന്ന ഈ സായുധ വിപ്ലവ ശ്രമങ്ങൾ വെറുതെയാണെന്നല്ലേ ഇതിനർത്ഥം? സ്വാതന്ത്ര്യലബ്ധിക്ക് നമ്മുടെ വിപ്ലവം പ്രയോജനമാവില്ല എന്നാണോ ആ പറഞ്ഞതിനർത്ഥം? പ്രയോജനമില്ലായിരുന്നെങ്കിൽ പിന്നെ ബാലഗംഗാധര തിലക് തന്റെ സ്വരാജ് പത്രത്തിൽ ഈ ധീരദേശാഭിമാനികൾക്ക് അഭിവാദ്യം അർപ്പിക്കുമായിരുന്നു. ബ്രിട്ടീഷ് സർക്കാർ അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തത് പിന്നെ എന്തിനാണ്? ആരെന്ത് പറഞ്ഞാലും വിപ്ലവത്തിന്റെ പാതയിൽ നിന്ന് നമ്മൾ വഴിമാറി നടക്കില്ല. പ്രഫുല്ല ചാക്കിയെ പിടികൂടിയ പോലീസ് ഇൻസ്പെക്ടറായ നന്ദലാലിനെ നമ്മുടെ സഖാക്കളായ ശ്രീഷ്പാലും റുണൽ ഗാംഗുലിയും ചേർന്ന് വധിച്ച വാർത്ത നിങ്ങൾ അറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വിപ്ലവ പാത ഉപേക്ഷിക്കില്ല. സ്വാതന്ത്ര്യത്തിന്റെ ബലിപീഠത്തിൽ ജീവൻ വരെ ഉപേക്ഷിക്കാൻ തയ്യാറായി വന്നവരാണ് നാം. വിദേശ ശക്തികളുടെ ഇന്നാട്ടിലെ ആധിപത്യം ഞങ്ങൾ അവസാനിപ്പിക്കും. തീർച്ചയാണിത്. നാം സ്വീകരിച്ച പാത തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കേണ്ടത് കാലമാണ്. പ്രിയപ്പെട്ടവരെ, 1908 ആഗസ്റ്റ് 11 ഇന്ത്യയുടെ വിപ്ലവ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും. അന്നാണ് നമ്മുടെ വീര പോരാളി ഖുദിറാം ബോസിനെ വെള്ളക്കാർ
വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. മുന്നണി പോരാളികളെയും നേതാക്കളെയും വധിച്ചാൽ നമ്മൾ പേടിച്ച് പിന്മാറുമെന്നാണ് വിഡ്ഢികളായ ബ്രിട്ടീഷുകാർ ധരിച്ചിരിക്കുന്നത്. ഒന്നല്ല, നൂറല്ല, ആയിരക്കണക്കിന് പേരെ തൂക്കിക്കൊന്നാലും ഞങ്ങൾ വിപ്ലവകാരികൾ ലക്ഷ്യം കാണാതെ പിന്തിരിഞ്ഞു പോകില്ല. ഇത് സത്യം. ഖുദിറാം ബോസാണ് സത്യം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. നാം ജാഗരൂകരായിരിക്കേണ്ട സമയമാണിത്. വെള്ളക്കാർ തക്കം പാർത്തിരിക്കുകയാണ്. ചെറിയ വീഴ്ചയ്ക്ക് പോലും നാം വലിയ വില കൊടുക്കേണ്ടതായി വരും. ചാരുചന്ദ്ര, നിങ്ങൾക്ക് ആവേശം കുറച്ച് കൂടുതലാണ്. കുറച്ച് നാളത്തേക്ക് ഈ വഴി വരുന്നതും പോകുന്നതും നിർത്തിവെക്കുക. ഇനി എല്ലാ സഖാക്കളും ഈ ആയുധങ്ങൾ കൈപ്പറ്റുക. വരൂ വരൂ, ശ്രദ്ധിച്ച്. ഇത് വാങ്ങോ. എനിക്കും വേണം ഒരു പിസ്റ്റൾ. ഇത് നല്ല കഥ. നിനക്കെന്തിനാണ് പിസ്റ്റൾ? ഈ പിസ്റ്റൾ കൊണ്ട് നീ എന്ത് ചെയ്യും? ഈ ദുർബല ശരീരം വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്? നിങ്ങളുടെ വലത് കൈയിലാകട്ടെ ഒരു വിരൽ പോലുമില്ല. എന്താ, വെടിവെക്കാൻ വിരൽ മാത്രം പോരാ, ആത്മധൈര്യം കൂടെ വേണം. അതെനിക്കുണ്ട്. അതെനിക്ക് വേണ്ടുവോളമുണ്ട്. ചാരു, വികാരത്തിന്റെ തള്ളിച്ചയിൽ ഞാൻ ചെയ്തത് വിഡിത്തമായി പോയോ? ഒരാവേശത്തിന് ഹേംദായുടെ കയ്യിൽ നിന്നും പിസ്റ്റളും ബുള്ളറ്റുകളും കൈപ്പറ്റി. ആ ആവേശം ഇപ്പോഴും എന്നിൽ അതുപോലെ കത്തിക്കാളുന്നുണ്ട്. പക്ഷേ വിരലുകളില്ലാത്ത ഈ കയ്യും വെച്ച് ഞാൻ എങ്ങനെ ഈ പിസ്റ്റൾ പ്രവർത്തിപ്പിക്കും? എനിക്കെന്റെ മാതൃരാജ്യത്തെ സേവിക്കാനാവില്ലേ? ഇല്ല, ഞാൻ ഏറ്റെടുത്ത ദൗത്യമാണിത്. ഇതിൽ നിന്നും ഞാൻ പിൻവാങ്ങില്ല. എനിക്കിത് സാധിക്കുമെന്ന് ഞാൻ തെളിയിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതം വ്യർത്ഥമായി എന്നാണ് അർത്ഥം. എന്റെ സഖാക്കളും എന്റെ രാജ്യവും എന്നിൽ അർപ്പിച്ച വിശ്വാസം തകർക്കാൻ ഞാൻ അനുവദിക്കില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടായാലും പിസ്റ്റൾ ഉപയോഗിക്കാൻ പഠിച്ചേ മതിയാകും. അതെങ്ങനെയാണ് സാധ്യമാവുക? ഇവിടെ കിടക്കുന്ന വടിക്കഷ്ണം എടുത്ത് കയ്യിൽ കെട്ടിയാലോ? എന്നിട്ട് പിസ്റ്റൾ ആ വടിക്കഷ്ണത്തോട് ചേർത്ത് വിരലുകളില്ലാത്ത എൻ്റെ ഈ കയ്യിൽ കെട്ടാം. പക്ഷേ എന്ത് വെച്ചാണ് കെട്ടുക? ഈ കിടക്കുന്ന പഴന്തുണിക്കെട്ടിൽ നിന്ന് ഒരു തുണിക്കഷ്ണം ദാ ഇങ്ങനെ ഒരു വിധം ശരിയായി കിട്ടി. ഇനി ഈ പിസ്റ്റൾ പിടിച്ച് ഈ അടുത്തുള്ള മരത്തിലേക്ക് ഉന്നം വെക്കാം. ദേ ഇങ്ങനെ. എന്ത്? എനിക്കിതിന് കഴിഞ്ഞെന്നോ? ലക്ഷ്യം തെറ്റി. സാരമില്ല, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ എന്റെ ലക്ഷ്യം ഭേദിക്കുക തന്നെ ചെയ്യും. അങ്ങനെ എന്റെ ജീവിത ലക്ഷ്യം നേടിയെടുക്കും. ദുർബലമായ ഈ കൈകൾ വെച്ച് ഇത്രയും പെട്ടെന്ന് ചെയ്യാനായെങ്കിൽ ഞാനത് നേടുക തന്നെ ചെയ്യും. അങ്ങോട്ട് വഴി മാറി നിൽക്ക്. മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? അങ്ങോട്ട് മാറി നിൽക്കാൻ, വഴി മാറാനല്ലേ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സാറേ, എന്റെ ഈ തട്ടുകടി മാറ്റണമെന്നാണോ താങ്കൾ പറയുന്നത്? അയ്യോ, അത് വേണ്ട ചേട്ടാ. ഒന്നുമില്ലേലും ഈ കോടതി വളപ്പിൽ വർഷങ്ങളായി നമുക്ക് ചായ തന്നുകൊണ്ടിരിക്കുന്ന ആളല്ലേ. ഞാൻ ചേട്ടനോടല്ല, ഇവിടെ ഈ കോടതി പരിസരത്ത് യാതൊരു കാര്യവുമില്ലാതെ കറങ്ങി നടക്കുന്നവരോടാ പറഞ്ഞത്. അതാരാ അവിടെ പോത്തിനെ പോലെ കടന്നുറങ്ങുന്നേ? അതും ഈ സമയത്ത്? എണീറ്റേ. കിടന്നുറങ്ങാൻ കണ്ട സ്ഥലം. എണീക്കാനല്ലേ പറഞ്ഞത്? ക്ഷമിക്കണം സാർ, ഞാനേതാ എണീറ്റു. മോനെ, നല്ലൊരു ഉറക്കം കഴിയതല്ലേ? ചായ ഒന്ന് എടുക്കട്ടെ, ഒന്ന് ഉഷാറാക്കാൻ. ആയിക്കോട്ടെ, കടുപ്പത്തിലൊന്ന്. അല്ല സാറേ, ഇന്ന് രാവിലെ മുതലേ ഇവിടെ വളരെ കർശനമാണല്ലോ. നിറയെ പോലീസും പട്ടാളവും. എന്താ, ഇംഗ്ലണ്ടിലെ റാണിയോ മറ്റോ ഈ വഴി വരുന്നുണ്ടോ? അറിയില്ലേ, കമ്മീഷണർ ഹോളിഡേയും സംഘവും ഇതുവഴി വരുന്നുണ്ട്. അതിനെന്തിനാ ഇത്രയധികം പോലീസും പട്ടാളവും ഒക്കെ?
മറ്റെന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പോഴതൊന്നും അറിഞ്ഞിട്ടില്ലേ? വിപ്ലവകാരികളായ അരവിന്ദ ഘോഷും വാരീന്ദ്ര ഘോഷും അറസ്റ്റിലായി. എപ്പോ? കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ നടന്ന പോലീസ് റെയ്ഡിൽ. അതിന് അവര് ചെയ്ത കുറ്റം എന്താണ്? യുഗാന്തർ പത്രം നടത്തിയതാണോ അവർ ചെയ്ത കുറ്റം? നിന്നെ പോലുള്ള പയ്യന്മാർക്ക് എന്തറിയാം? ഇന്നലെ സ്കോട്ട് സ്ട്രീറ്റ്, ഹാരിസൺ റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന റെയ്ഡിൽ നിറയെ ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടത്രേ. അതിലധികവും ബോംബ് നിർമ്മാണ സാമഗ്രികളും. ഇപ്പറഞ്ഞ അരവിന്ദ ഘോഷിനും വാരീന്ദ്ര ഘോഷിനും വിപ്ലവകാരികളുമായുള്ള ബന്ധം തെളിയിക്കുന്ന നിരവധി രേഖകളും കിട്ടി. യുഗാന്തർ പത്രം വിപ്ലവ പ്രവർത്തനങ്ങൾക്കുള്ള വെറുമൊരു മറ മാത്രമാണ് സഹോദര. അല്ല, അതിരിക്കട്ടെ, ഇതൊക്കെ ഇത്ര ആവേശത്തോടെ ചോദിക്കാൻ നീ ആരാണ്? നീ എവിടെ നിന്നാണ് വരുന്നത്? എന്റെ പേര് ചാരുചന്ദ്ര. ഒരു പ്രസ്സിൽ ജോലി ചെയ്യുന്നു. അല്ല, മറ്റെന്തെങ്കിലും വാർത്തയുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു പത്രമുണ്ട്, അതിൽ കൊടുക്കാം. വേറെ ഒന്നുമില്ല, താൻ തന്റെ പണി നോക്ക്. കമ്മീഷണർ സാറും സംഘവും ഇപ്പൊ ഇങ്ങെത്തും. പോകാൻ അങ്ങോട്ട് മാറി നിൽക്കണോ? സാർ, ഒരു സംശയം കൂടി. എന്താ? അരവിന്ദ് ഘോഷിനെയും വാരീന്ദ്ര ഘോഷിനെയും അവർ എവിടെയാണ് കൊണ്ടുപോയിട്ടുണ്ടാവുക? ആദ്യം ലാൽ ബസാർ, പിന്നെ ആലിപ്പൂർ കോടതി. എന്നാലും കൊൽക്കത്ത പോലൊരു നഗരത്തിൽ ഒരു റെയ്ഡ് കൊണ്ട് മാത്രം ഇവരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. അതൊക്കെ ഉണ്ട്. ഒരു ചാരൻ ഒറ്റിക്കൊടുത്തതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. ആരാത്? ഏതോ ഒരു നരേന്ദ്ര ഗോസ്വാമി. മതി, താൻ പോയേ. തന്റെ പത്രത്തിൽ വേണ്ടാതീനെ എഴുതി പിടിപ്പിച്ച് എന്റെ പണി കളയരുത് കേട്ടോ. അല്ല സാർ, ഈ ഘോഷുമാരെ തൂക്കിലേറ്റി കൊല്ലുമോ? അതൊന്നും പറയാനാവില്ല. ഇനി വിചാരണയില്ലേ, അത് കഴിഞ്ഞേ ഒക്കെയും പറയാനൊക്കൂ. ഓ, അങ്ങനെയാണോ? അധികപക്ഷവും ആലിപ്പൂർ ജയിലിലായിരിക്കും വിചാരണ. ഈ കേസും അശുതോഷ് ബിശ്വാസ് ആയിരിക്കും വാദിക്കുക. എന്താന്നറിയില്ല, വിപ്ലവകാരികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ അങ്ങേർക്ക് വലിയ ഉത്സാഹം. അതെന്താ അങ്ങനെ? മതി തന്റെ ചോദ്യങ്ങൾ, പോയേ. എന്നാ ശരി സാർ. ഇതാര്? നിരഞ്ജന്താ, അങ്ങെന്താ ഇവിടെ? പോലീസ് റെയ്ഡിൽ നിന്നും അങ്ങെങ്ങനെ രക്ഷപ്പെട്ടു? ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ നിന്നെ തിരക്കി ഇവിടെ വന്നത് ഈ സന്ദേശം കൈമാറാനാണ്. നിനക്കുള്ളതാ, എന്താ തന്നയച്ചതാ. ഈ സഞ്ചി കുറച്ച് വെടിയുണ്ടുകളുണ്ട്. പോരാട്ടം തുടരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ പരസ്പരം കാണണ്ട. ശരി. ചെറുപ്പക്കാരാ, ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങളെ. എന്നും വരുന്നു, ചായ കുടിക്കുന്നു, ഇവിടെ ചുറ്റിക്കറങ്ങുന്നു, കോടതി സമയം കഴിയുമ്പോൾ തിരിച്ചു പോകുന്നു. ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം? അങ്ങനെ വിശേഷിച്ചൊന്നുമില്ല. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഞാനിവിടെ ഇത്രയും കാലമായില്ലേ കച്ചവടം തുടങ്ങിയിട്ട്. എനിക്ക് ഇവിടെയുള്ള ധാരാളം വക്കീലന്മാരെ അറിയാം. എനിക്കൊരു വക്കീലിനെ തന്നെയാണ് കാണേണ്ടത്. അദ്ദേഹത്തെ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ? അങ്ങനെയാണെങ്കിൽ ഇതെന്താ നേരത്തെ പറയാതിരുന്നത്? ആരാണ് വക്കീല്? അശുതോഷ് ബിശ്വാസ്. ഇത്രയധികം വക്കീലന്മാരുള്ള ഈ കോടതിയിൽ നിന്ന് നിനക്ക് തിരഞ്ഞെടുക്കാൻ അശുതോഷിനെ കിട്ടിയിട്ടുള്ളൂ? അയാളെ പോലെ പ്രഗത്ഭനായ മറ്റൊരു വക്കീലിന്റെ പേര് പറയും. അല്ല, എനിക്ക് അദ്ദേഹത്തെ തന്നെ കിട്ടണം. ചേട്ടൻ എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു തരൂ പ്ലീസ്. ഞാൻ എന്തു പറയാനാ? അയാള് വരുന്നതും പോകുന്നതുമായ സമയം പറഞ്ഞുതരാം. ഇനി ഒറ്റക്ക് പോയി സംസാരിക്ക്. ദേ നോക്കിയേ, അതാ ആ പോകുന്നത് ആ ദുഷ്ടനാണ്, അശുതോഷ് ബിശ്വാസ്. ചേട്ടൻ എന്താ പറഞ്ഞത്? ദുഷ്ടനെന്നോ? പിന്നെ എന്താ അയാളെ കുറിച്ച് പറയേണ്ടത്? വെള്ളക്കാരന്റെ വളർത്തുപട്ടിയാണ് അയാള്. കോടതിയിൽ വരുന്നത് തന്നെ വെള്ളക്കാർക്ക് കേസുകൾ അനുകൂലമാക്കാനാണ്. പാവപ്പെട്ടവരായ നാട്ടുകാർക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിലാണ് അയാൾ ആഹ്ലാദം കണ്ടെത്തുന്നത്. ചേട്ടാ, അശുതോഷ് എത്ര മണിക്കാണ് കോടതിയിൽ വരാറ്? രാവിലെ കൃത്യം 10 മണിക്ക് വരും. ഉച്ചയ്ക്ക് 2 മണിക്ക് തിരിച്ചു പോകും. എന്നാൽ ഈയിടെ കുറച്ച് വൈകിയാണ് പോകുന്നത്. അതെന്താ അങ്ങനെ? വാരീന്ദ്ര ഘോഷിനെയും അരവിന്ദ ഘോഷിനെയും രാജ്യദ്രോഹികളാക്കി ശിക്ഷിക്കാനുള്ള കള്ളത്തെളിവുകൾ ഉണ്ടാക്കുകയാണ് അയാൾ. ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ചോദിക്കൂ. ഹേമചന്ദ്രദാദയെ ചേട്ടൻ അറിയുമോ? അദ്ദേഹത്തെ നിനക്കെങ്ങനെ അറിയാം?
എൻ്റെ ജ്യേഷ്ഠ സഹോദരനായി വരും. അദ്ദേഹത്തെ എനിക്കൊന്ന് കാണാനാകുമോ? അസാധ്യം, നടക്കാത്ത കാര്യമാണത്. രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്യുകയാണ് അദ്ദേഹത്തെ. ആർക്കും അദ്ദേഹത്തെ കാണാൻ കഴിയുകയില്ല. പക്ഷേ എന്താണൊരു പക്ഷേ? അല്ല, അദ്ദേഹത്തിന് വല്ല സന്ദേശവും കൈമാറേണ്ടതുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാം. വലിയ ഉപകാരം ചേട്ടാ. പക്ഷേ എങ്ങനെ? ചേട്ടനതെങ്ങനെ പറ്റും? അതൊക്കെ ഉണ്ട്. എന്റെ ചായ എത്താത്ത സ്ഥലമില്ല ഇവിടെ. ജയിലിലും കോടതിയിലും ചിലപ്പോൾ തടവറയിൽ പോലും. ഇത് ഞാൻ ഏറ്റു. പക്ഷേ സന്ദേശം എന്താണെന്ന് എനിക്കറിയണം. ആ, സന്ദേശം ഇതാ, ഞാൻ വായിക്കാം. ഹേംദ, നമസ്കാരം. ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. നരേന്ദ്ര ഗോസ്വാമി ഒറ്റുകാരനാണോ? അങ്ങനെയാണെങ്കിൽ അയാൾ രാജ്യദ്രോഹിയാണ് എന്ന് ചാരുചന്ദ്ര ബോസ്. അയ്യോ, ഈ വക സന്ദേശങ്ങൾ എത്തിക്കാൻ എനിക്ക് പറ്റില്ല. എത്തിക്കാമെന്ന് ചേട്ടൻ എനിക്ക് ഉറപ്പ് തന്നതാണ്. പക്ഷേ ഇത് നരേന്ദ്ര ഗോസ്വാമിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ കുടുങ്ങും. ഞാനിത് ചെയ്യില്ല. എന്റെ പേര് കേട്ടല്ലോ, ചാരുചന്ദ്ര ബോസ്. നിങ്ങൾക്കിപ്പോ ഞാൻ ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഞാനും ഒരു അനുശീലന സമിതി അംഗമാണ്. ചേട്ടാ, നരേന്ദ്ര ഗോസ്വാമിയെ പോലെയുള്ള വഞ്ചകരെ വെറുതെ വിട്ടാൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ശിഥിലമായി പോകും. എന്നാലും വെള്ളക്കാർക്ക് എന്തെങ്കിലും സൂചന കിട്ടിയാൽ? ഇല്ല, അതുറപ്പാണ്. നിങ്ങളുടെ അവസ്ഥ എനിക്ക് നന്നായി അറിയാം. കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം പോലെ രാജ്യത്തോടുള്ള കടമയും പ്രധാനമാണ്. ഈ അടിമത്തത്തിൽ നിന്നൊരു മോചനം അങ്ങേയും ആഗ്രഹിക്കുന്നില്ലേ? ശരി, ഞാൻ ഈ സന്ദേശം കൈമാറാം. നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ആ ചേട്ടാ, എന്തായി കാര്യങ്ങൾ? ഞാൻ തന്ന സന്ദേശം കൈമാറിയോ? ഭാരീന്ദ്ര ഘോഷും ഹേംദായും ഒക്കെ എങ്ങനെയുണ്ട്? അവർക്കെന്തെങ്കിലും? ആ, ബ്രിട്ടീഷ് പോലീസുകാർ അവരെ നിർദ്ദയം മർദ്ദിച്ചതിന്റെ പാടുകൾ ശരീരം മുഴുവനും കാണാം. ക്ഷീണിതരാണ് അവർ. തക്കം കിട്ടിയപ്പോൾ നിങ്ങളുടെ സന്ദേശക്കുറിപ്പ് ഞാൻ കൈമാറി. ആ രാജ്യദ്രോഹി നരേന്ദ്ര ഗോസ്വാമിക്കുള്ള ശിക്ഷ, അർഹിക്കുന്ന ശിക്ഷ ഉടൻ തന്നെ ലഭിക്കുമെന്ന് നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ചു. ആ പിന്നെ, വെള്ളക്കാരുടെ പിടിയിലാകാതെ ഒളിച്ചു നിൽക്കണമെന്ന് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു. നന്ദിയുണ്ട് ചേട്ടാ, ഞങ്ങളുടെ കൂടെ നിന്നതിന്, രാജ്യത്തിന്റെ കൂടെ നിന്നതിന്. ആ, എന്റെ കർത്തവ്യമല്ലേ അത്. ആ, ഒരു കാര്യം പറഞ്ഞോട്ടെ. നിന്റെ ഈ കോലം കണ്ടാൽ വിപ്ലവ പ്രസ്ഥാനക്കാരനാണെന്ന് ആരും പറയില്ല കേട്ടോ. വെള്ളക്കാർക്കെതിരെ പോരാടാൻ മുന്നിട്ടിറങ്ങിയ ആദ്യത്തെ അംഗപരിമിതനായിരിക്കും നിങ്ങൾ. 30,000-ഓളം വരുന്ന ബ്രിട്ടീഷുകാർ 30 കോടി ഇന്ത്യക്കാരെ ഭരിക്കുന്നുവെന്ന അപമാനം ഇനിയും സഹിക്കാനാവില്ല. ഈ വെള്ളപ്പരിശകളെ ആയുധമെടുത്താലേ കീഴ്പ്പെടുത്താനാകൂ എന്നതാണ് സത്യം. രാജ്യസ്നേഹികളായ എല്ലാവരും ആയുധമെടുത്തേ പറ്റൂ. അംഗപരിമിതി അതിനൊരു പരിമിതിയാവില്ല തന്നെ. সংকটের কল্পনাতে হলো না ম্রিয়মান। মুক্ত করো ভাই আপনা মাঝে শক্তি ধরো, নিজের করো জয়। মুক্ত করো ভাই আপনা মাঝে শক্তি ধরো, নিজের করো জয়। দুর্বলের রক্ষা করো, দুর্জনের হানো, নিজের দিন নিঃসহায় যেন প্রভু না জানো। দুর্বলের സഖാക്കളെ, ഇപ്പോൾ കിട്ടിയൊരു വാർത്തയുണ്ട്. ആലിപ്പൂർ ഗൂഢാലോചന കേസിന്റെ വിധിപ്രഖ്യാപനം ഉടനെ ഉണ്ടാവും എന്നതാണ് ആ വാർത്ത. എന്തായിരിക്കും വിധിന്യായം എന്നതിന് വല്ല സൂചനകളുമുണ്ടോ? വിപ്ലവകാരികളൊക്കെ തൂക്കുമരത്തിലേക്ക് പറഞ്ഞേക്കാൻ ആ രാജ്യദ്രോഹി അശുതോഷ് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ഭാരീന്ദ്ര ഘോഷിനെയും അരവിന്ദയെയും തൂക്കിലേറ്റിയാൽ പിന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാകുമോ? എന്തു പറയുന്നു നിരഞ്ജൻ? അതൊക്കെ കാലം തീരുമാനിക്കട്ടെ. ഏതായാലും വിധി പ്രഖ്യാപിക്കട്ടെ. വിധി പ്രഖ്യാപനം വരും വരെ നമ്മൾ കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ? പ്രവർത്തിക്കേണ്ട സമയമാണിത്. ചാരു, നീ അവിടെ അടങ്ങിയിരുന്നേ. നീ നിന്റെ വികാരങ്ങൾ അടക്കി നിർത്താദ്യം. നേതാക്കളെ തൂക്കിലേറ്റുന്നത് കണ്ടു നിൽക്കുന്നതാണോ വിപ്ലവ പ്രവർത്തനം? ചാരു, നിന്റെ ആവേശം അതിരുകടക്കുന്നു. ആവേശം മൂലം നീ വരുത്തി വെക്കുന്ന തെറ്റിന് ബാക്കിയുള്ള സഖാക്കളെ നീ ആയിട്ട് ബലി കൊടുക്കരുത്. കേസ് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. കുറച്ച് നാളത്തേക്ക് നാം ശാന്തരായിരിക്കണം. നാം ശാന്തരായിരുന്നാൽ കാര്യങ്ങൾ വഷളാവുകയല്ലേ ചെയ്യുക? നമ്മൾ നിശബ്ദരായിരുന്നാൽ ജനഹൃദയങ്ങളിൽ നിന്നും വിപ്ലവ ചിന്തയുടെ തീജ്വാല അണയാൻ തുടങ്ങും. ഹേയ്, ഇല്ല, അതുണ്ടാവില്ല. ഏതായാലും
നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം. എന്തു തന്നെയായാലും ആ രാജ്യദ്രോഹി അശുതോഷിന്റെ അന്ത്യം നമ്മൾ ഉറപ്പുവരുത്തണം. അത് ആരേറ്റെടുക്കും? ആ ചെന്നായ എന്റെ ഇരയാണ്. അവന്റെ മരണം രേഖപ്പെടുത്തുന്നത് ഇതാ ഈ പിസ്റ്റളായിരിക്കും. ഇതിനകത്തെ വെടിയുണ്ടകൾ അവനുള്ളതാണ്. ചാരു, നീ വിടുവായത്തം പറയാതെ. നിന്നെ കൊണ്ടാവില്ല അത്. എന്തുകൊണ്ടാവില്ല? അത് പ്രായോഗികമല്ല, അത്ര തന്നെ. നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട. പക്ഷെ ചാരു, ഇത്തരം കാര്യങ്ങൾ ശാരീരിക ക്ഷമതയുള്ള പൂർണ്ണ ആരോഗ്യവാന്മാർക്ക് പോലും പറ്റുന്ന ഒന്നല്ല. അത് നീ മനസ്സിലാക്കണം. ഞാൻ സമ്മതിക്കുന്നു, എനിക്ക് പല പരിമിതികളുമുണ്ട്. പക്ഷേ ഈ ദൗത്യം നിർവഹിക്കുന്നതിന് അംഗപരിമിതി ഒരു അനുഗ്രഹമാണെന്ന് കൂടി നിങ്ങൾ കാണണം. മനസ്സിലായില്ല? ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. പൂർണ്ണമായും ശാരീരികാരോഗ്യമുള്ള നിങ്ങളിൽ ഒരാൾക്ക് പോലും കോടതി പരിസരങ്ങളിൽ ഒരു മിനിറ്റിലധികം നിൽക്കാനാവില്ല. അത്ര കർശനമാണ് അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ. പക്ഷേ ഒരു വികലാംഗനായ എന്നെ സുരക്ഷാ ഭീഷണി എന്ന നിലയിൽ എന്നെ പരിഗണിക്കുന്നത് പോലുമില്ല. ആ ഒരു ആനുകൂല്യം എനിക്കവിടെയുണ്ട്. നിങ്ങൾക്കാർക്കും കിട്ടാത്ത ഒന്നാണത്. ആയുധ പരിശോധനയിൽ നിന്നു പോലും എന്നെ അവർ ഒഴിവാക്കുന്നു. ഞാൻ ഉറപ്പുതരാം, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് പോലും സാധിക്കാത്തതാണ് ഈ ദൗത്യം. ആ ശരി, സമ്മതിച്ചു. പക്ഷേ ഈ കയ്യും വെച്ച് നിങ്ങൾ എങ്ങനെ അശുതോഷിന് നേരെ വെടിയുതിർക്കും? വേണ്ടുവോളം പരിശീലനം ചെയ്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഞാനിത് പറയുന്നത്. അശുതോഷിന്റെ കാര്യം എനിക്ക് വിട്ടുതരിക. എല്ലാവരും എന്തു പറയുന്നു? ചാരുവിന് പരിമിതികളും പ്രയാസങ്ങളുമുണ്ട്, ശരി തന്നെ. പക്ഷേ അവൻ സൂചിപ്പിച്ചതുപോലെ ചില ആനുകൂല്യങ്ങളുമുണ്ട്. അവന്റെ ഈ ആത്മവിശ്വാസം കാണുമ്പോൾ അവനിത് സാധിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. എല്ലാവരുടെയും അഭിപ്രായം അതാണെങ്കിൽ പിന്നെ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ചാരുചന്ദ്രനെ ഈ യോഗം ചുമതലപ്പെടുത്തുന്നു. എന്താ, അങ്ങനെയല്ലേ? അതെ, അങ്ങനെയാവട്ടെ. ബോലോ ഭാരത് മാതാ കി ജയ്! ബോലോ ഭാരത് മാതാ കി ജയ്! সংকটের বিহ্বলতা মিলবে অপমান, সংকটের কল্পনাতে হইও না ম্রিয়মান। Order, order. Mr. Ashutosh, you may proceed. യെസ് മൈ ലോർഡ്. പ്രതികളുടെ വക്കീൽ സൂചിപ്പിച്ചതുപോലെ ഈ നിൽക്കുന്ന ബാരീന്ദർ ഘോഷ്, അരവിന്ദ ഘോഷ് ഇവരൊക്കെ വിദ്യാസമ്പന്നരായിരിക്കാം, ഉന്നതകുല ജാതരായിരിക്കാം. പക്ഷെ ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിഷ്കളങ്കരായ പൊതുജനങ്ങളെയും ചെറുപ്പക്കാരെയും തങ്ങളുടെ പ്രസംഗങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്? അവരെ സർക്കാരിനെതിരെ പ്രക്ഷോഭ പാതയിൽ അണിനിരത്തുകയല്ലേ ഇവർ ചെയ്യുന്നത്? ഇവർ സർക്കാരിനുണ്ടാക്കിയ നാശനഷ്ടത്തിന് വല്ല കണക്കുമുണ്ടോ? കൂടാതെ കൊള്ള, കവർച്ച, ആയുധശേഖരണം, ബോംബ് സ്ഫോടനങ്ങൾ, അങ്ങനെ അസംഖ്യം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവരെ പൊതുസമൂഹത്തിൽ സ്വതന്ത്രരായി വിടുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ അപകടമാണ്. Yes, proceed. യെസ് മൈ ലോർഡ്. ഇവർക്കെതിരെ ഞാൻ ഹാജരാക്കിയ സാക്ഷിമൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ഇവർക്ക് നിയമം അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്കെന്താണ് പറ്റിയത്? ഇത്രയും കാലം കഠിന പരിശീലനം നടത്തിയിട്ടും എന്റെ ഉന്നം പിഴച്ചുപോയത് എന്തുകൊണ്ടാണ്? അംഗപരിമിതി ഉള്ളവനും ചിലതൊക്കെ ചെയ്യാനാകുമെന്ന് തെളിയിക്കാൻ കിട്ടിയ അവസരമായിരുന്നു. ഇല്ല, ഞാൻ ഈ ശ്രമം ഉപേക്ഷിക്കില്ല. ഈ ദൗത്യം നിർവഹിക്കേണ്ടവൻ ഞാൻ തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം പോലീസ് പിടിയിൽ നിന്നും ആ ബഹളത്തിനിടയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടത്. ഇല്ല, അടുത്ത അവസരം ഞാൻ പാഴാക്കില്ല. കഠിനമായ പരിശീലനം ഇനിയും ഞാൻ തുടരും. സമൂഹം എന്നിൽ ആരോപിക്കുന്ന ബലഹീനതയെ ഞാൻ ശക്തിയാക്കി മാറ്റും. അശുതോഷ്, അടുത്ത തവണ നീ രക്ഷപ്പെടില്ല. നീ നിമിഷങ്ങൾ എണ്ണി തുടങ്ങിക്കോ. ഏ ശിപ്പായി. യെസ് സർ. ഇന്നലെ ആ കള്ളത്തിരിമാലികളുടെ കേസ്, വിപ്ലവമുണ്ടാക്കാൻ നടക്കുന്ന ആ കുഴപ്പക്കാരുടെ? അതെ സർ. പേപ്പറുകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. ഒന്നും വിട്ടുപോകരുത്.
ഇന്ന് അവരുടെ അന്ത്യം തീരുമാനിക്കപ്പെടുന്ന ദിവസമാണ്. എല്ലാം എടുത്തിട്ടുണ്ട് സർ. പിന്നെ സാർ ഏത് വഴിയാണ് പോകുന്നത്? കിഴക്കേ ഗേറ്റ് വഴിയായിരിക്കണം കോടതിയിലേക്ക് കടക്കേണ്ടത്. തെക്കേ ഗേറ്റ് വഴി തിരിച്ചു വരാം. കരുതലോടെ ഇരിക്കണം. അവർ നമുക്ക് പിറകിൽ മണം പിടിച്ചുണ്ടാവും. പക്ഷെ ഇന്നത്തോടെ എല്ലാ വിപ്ലവവും അവസാനിക്കും. എന്നാ നിങ്ങൾ നടന്നോളൂ. അയ്യോ സാർ, അയ്യോ സാർ, സാറിന് ആരെ വെടിവെച്ചിരിക്കുന്നു? പട്ടാളക്കാരെ, കമ്പളി വെച്ചാൽ പിടികൂടൂ. മുടന്തി പോകുന്ന ആളെ പിടികൂടൂ. അയാളാണ് സാറിനെ വെടിവെച്ചത്. ഇതാ, ഞാൻ എന്റെ ജന്മദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു. അശുതോഷ് ബിശ്വാസ് എന്ന രാജ്യദ്രോഹിക്ക് അയാൾ അർഹിക്കുന്ന ശിക്ഷ ഞാൻ നൽകിയിരിക്കുന്നു. ഹേ ഭാരതമാതാവേ, നിങ്ങൾ പേറുന്ന അടിമത്തത്തിന്റെ ഭാരം എന്നാൽ കഴിയും വിധം ഞാനിതാ ലഘൂകരിച്ചിരിക്കുന്നു. ഭാരത് മാതാ കി ജയ്. സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. ആരാണ് നിന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത്? ആരൊക്കെയുണ്ട് നിന്റെ കൂടെ? പറ. ഈ അടിമ രാജ്യത്തിലെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കൾ എന്റെ കൂടെയുണ്ട്. ഓഹോ, ഇവൻ നമ്മെ കളിയാക്കുകയാണ്. അതാ ആ കാണുന്ന ഐസ് കട്ടയിൽ കിടത്തിയവനെ. എന്നിട്ട് ചോദിക്കും, മണിയായി അവൻ ഉത്തരം പറയുന്നത് കേട്ടോളൂ. നിന്നോടല്ലേ ചോദിച്ചത്? ഇനി പറ, നിന്റെ കൂടെ എത്ര പേരുണ്ട്? പറ. 30 കോടി ഇന്ത്യക്കാർ. ഇവനാണ് ചില്ലറക്കാരനല്ലോ. അപ്പൊ പിന്നെ ആ ചുട്ടുപഴുത്ത ഇരുമ്പ് തന്നെ വേണ്ടി വരും. അതൊന്ന് പ്രയോഗിച്ചു നോക്ക്. ഇനി പറയ്, നിന്റെ കൂടെ മറ്റാരാണുള്ളത്? എന്റെ കൂടെ പറയൂ. എന്റെ കൂടെ ഭാരത് മാതാവുണ്ട്. കഴിവേറിന്റെ മോനെ, നീ പറയില്ല അല്ലേ? നിന്നെ കൊണ്ടത് പറയിക്കാനാകുമെന്ന് ഞാൻ നോക്കട്ടെ. കൊണ്ടുവാ രാത്രി. Public prosecutor Ashutosh Vishwasine വെടിവെച്ച് കൊന്ന കേസിന്റെ വിധിന്യായം പുറപ്പെടുവിക്കുകയാണ്. പ്രതിയാണെന്ന് ആരോപിക്കപ്പെട്ട ചാരു ചന്ദ്രബോസ് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ കോടതി വിധി പ്രഖ്യാപിക്കുന്നു. The accused has been found guilty. The court recommends death penalty to the accused, Charu Chandra Bose, to hang him till death. പ്രതിയായ ചാരു ചന്ദ്രബോസിനെ മരിക്കും വരെ തൂക്കിലിടാൻ ഈ കോടതി വിധി കൽപ്പിക്കുന്നു. പ്രതി ചാരു ചന്ദ്രബോസിനെ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? അതെ, അശുതോഷ് ബിശ്വാസ് എന്ന രാജ്യദ്രോഹിയെ കൊന്നത് ഞാൻ തന്നെയാണ്. എന്റെ രാജ്യത്തിന്റെ അഭിമാനം കാത്തുരക്ഷിക്കാനാണ് ഞാനത് ചെയ്തത്. മേൽക്കോടതികളിൽ അപ്പീൽ സമർപ്പിക്കാൻ പ്രതി ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. എന്റെ മോചനമല്ല എന്റെ ലക്ഷ്യം. മാതൃരാജ്യത്തിന്റെ വിമോചനമാണ് എന്റെയും എന്നെപ്പോലുള്ള 10,000-കണക്കിന് വിപ്ലവകാരികളുടെയും ലക്ഷ്യം. ഇത് വിപ്ലവമല്ല, ത്യാഗമാണ്.
ഓരോ രാജ്യസ്നേഹിയിൽ നിന്നും രാജ്യം ആഗ്രഹിക്കുന്നത് ഈ ത്യാഗമാണ്, ത്യാഗസന്നദ്ധതയാണ്. എനിക്കുറപ്പുണ്ട്, ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഈ വികലാംഗന്റെ പേര് കൂടി എഴുതി ചേർക്കപ്പെടുമെന്ന് എനിക്കുറപ്പുണ്ട്. എന്റെയും എന്റെ സഖാക്കളുടെയും ജീവത്യാഗം പാഴായി പോകില്ല എന്ന് എനിക്കുറപ്പുണ്ട്. ഭാരത് മാതാ കി ജയ്. വന്ദേ മാതരം, വന്ദേ മാതരം. അങ്ങോട്ട് നടക്കും. അവിടെയാണ് തൂക്കുമരം. ഇന്ന് ഏതാണ് ദിവസം? ഇന്ന് 1909 മാർച്ച് 19. ഓ, അപ്പോൾ ഇതാണ് ആ ദിനം, എന്റെ പേരിനൊപ്പം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ദിവസം. ചാരുചന്ദ്ര ബോസ്, ശിക്ഷ നടപ്പാക്കാൻ സമയമായി. തൂക്കിലേറ്റപ്പെടുന്നതിന് മുമ്പ് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ആഗ്രഹങ്ങൾ? ആഗ്രഹങ്ങളൊക്കെ 19-ാം വയസ്സിൽ തന്നെ തീർത്തു കഴിഞ്ഞവനാണ് ഞാനും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെയൊന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ഓരോ ജന്മത്തിലും ബ്രിട്ടീഷ് ഭരണകൂടത്തോട് പോരാടുന്ന ഒരു വിപ്ലവകാരിയായി ജനിക്കണമെന്നതാണ് എന്റെ ആഗ്രഹം. നിരന്തര പോരാട്ടങ്ങളിലൂടെ ഭാരതം എന്നെങ്കിലും സ്വതന്ത്രമാകും എന്ന് എനിക്കുറപ്പുണ്ട്. സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന, ജീവൻ ബലികഴിക്കുന്ന ഓരോ വിപ്ലവകാരിയിലും ഞാൻ പുനർജനിച്ചു കൊണ്ടേയിരിക്കും. ഇതാണ് എന്റെ ആഗ്രഹം. ഭാരത് മാതാ കി ജയ്. വന്ദേ മാതരം, വന്ദേ മാതരം. बोलो भारत माता की, बोलो भारत माता की जय. ദേശീയ നാടക പരിപാടിയിൽ നിങ്ങൾ കേട്ടത് ചാരുചന്ദ്ര ബോസ്. മൂലരചന നീരജ് കുമാർ. നാടക രൂപാന്തരം വിനോദ് കുമാർ. മലയാള പരിഭാഷ KT അപർണ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ചാരുചന്ദ്ര ബോസ് വൈഷ്ണവ് ബാലകൃഷ്ണൻ. സഹപാഠി ശിപായി ശ്രീഹരി ശിവരാമൻ. മാസ്റ്റർ ജി K കൃഷ്ണകുമാർ. ഘോഷ് ബാബു TV ബാബു. ഹേംചന്ദ്രിത പ്രഭൻ പൊടിക്കുണ്ട്. വിപ്ലവകാരി ധനരാജ് മാമ്പ. സ്ത്രീ വിപ്ലവകാരി ബേബി സ്മിത. ബാരീന്ദ്ര ഘോഷ് പ്രേംകുമാർ കണ്ണൂർ. അരവിന്ദ് ഘോഷ് സജി സെബാസ്റ്റ്യൻ. പ്രസ് തൊഴിലാളി ബാബുരാജ് പെരിയ. ചായക്കടക്കാരൻ ശംഭു ചന്ദ്രൻ മന്ന. പട്ടാളക്കാരൻ ജയിലർ രാമകൃഷ്ണൻ പഴശ്ശി. ഗവർണർ ഫ്രേസർ തോമസ് ദേവസ്യ. അശുതോഷ് ബിശ്വാസ് ദീപു കാരക്കുന്ന്. ഗവർണർ ഫ്രേസറിന്റെ അസിസ്റ്റന്റ് സെബാസ്റ്റ്യൻ പച്ചാണി. പോലീസ് നിരഞ്ജൻ ബാലമുരളി ചിറക്കൽ. ജഡ്ജ് കിങ്സ്ഫോർഡ് ജിതേഷ് PV. സഹകരണം SR മായ, KV നിഷ, AT നിത്യ. സാങ്കേതിക സഹായം KS ലതിക, സുരേന്ദ്രൻ കൂടാളി. നിർവഹണ സഹായം വിനീത സുമം. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം. സംവിധാനം KV ശരത്ചന്ദ്രൻ.